അമേരിക്കയും ഇറാനും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച ചരിത്രപരമായ ധാരണാപത്രത്തിന്റെ ഭാവി ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. മാസങ്ങൾ നീണ്ട രഹസ്യ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും ഒടുവിൽ രൂപം കൊണ്ട ഈ കരാർ മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയൊരു ഊർജം നൽകുമെന്നാണ് ലോകരാജ്യങ്ങൾ കരുതിയിരുന്നത്. എന്നാൽ ധാരണാപത്രത്തിന്റെ മഷി ഉണങ്ങും മുൻപ് തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അവിശ്വാസവും സാങ്കേതിക തടസ്സങ്ങളും വീണ്ടും പരസ്യമായിരിക്കുകയാണ്. നയതന്ത്ര തലത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര എളുപ്പത്തിൽ സുഗമമാകില്ല എന്ന കടുത്ത യാഥാർത്ഥ്യത്തിലേക്കാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്വിറ്റ്സർലൻഡിലേക്ക് നടത്താനിരുന്ന തന്റെ ഔദ്യോഗിക യാത്ര അവസാന നിമിഷം റദ്ദാക്കിയതാണ് പുതിയ പ്രതിസന്ധികൾക്ക് കാരണമായത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക നയതന്ത്ര ചർച്ചകളുടെ ഒന്നാം ഘട്ടത്തിന് നേതൃത്വം നൽകേണ്ടിയിരുന്നത് വാൻസ് ആയിരുന്നു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് വെള്ളിയാഴ്ച ആരംഭിക്കേണ്ടിയിരുന്ന ചർച്ചകളാണ് വാൻസിന്റെ പിന്മാറ്റത്തോടെ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. ഈ പെട്ടെന്നുള്ള പിന്മാറ്റം വെറും ഒരു യാത്രാ റദ്ദാക്കൽ എന്നതിനപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ ഈ വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ പൂർണ്ണമായി വ്യക്തമാക്കാൻ അവർ തയ്യാറായിട്ടില്ല. വെള്ളിയാഴ്ച ആരംഭിക്കേണ്ടിയിരുന്ന ചർച്ചകളുടെ അന്തിമ രൂപരേഖ തയ്യാറാക്കാൻ സാധിച്ചില്ല എന്നാണ് ഔദ്യോഗിക വിശദീകരണം. യാത്രാ സൗകര്യങ്ങളിലെ അസൗകര്യങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരുമായി കൃത്യമായ ഏകോപനം സാധ്യമാക്കാത്തതുമാണ് തടസ്സമായി വൈറ്റ് ഹൌസ് ചൂണ്ടിക്കാണിക്കുന്നത്. നയതന്ത്ര ചർച്ചകളിൽ ഇത്തരം മാറ്റങ്ങൾ സ്വാഭാവികമാണെന്ന് വരുത്തി തീർക്കാൻ വാഷിംഗ്ടൺ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ മാറ്റമൊന്നുമില്ലെന്നും സമാധാന പ്രക്രിയകൾ കൃത്യമായ പാതയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. എന്നാൽ ചർച്ചകൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപുണ്ടായ ഈ താമസം കരാറിന്റെ സുസ്ഥിരതയെക്കുറിച്ച് പുതിയ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ്. ഇറാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ്. കരാറിലെ ചില പ്രധാന വ്യവസ്ഥകളിൽ ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ എതിർപ്പുകൾ ഉയരുന്നുണ്ടെന്നാണ് സൂചന. ചർച്ചകളിൽ പങ്കെടുക്കേണ്ട ഇറാനിയൻ പ്രതിനിധികളെ നിശ്ചയിക്കുന്നതിലും അവർക്ക് നൽകേണ്ട നിർദ്ദേശങ്ങളുടെ കാര്യത്തിലും തെഹ്റാനിൽ കടുത്ത തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് പങ്കെടുക്കേണ്ട ഒരു നയതന്ത്ര ചർച്ച ഇത്തരത്തിൽ മാറ്റിവെക്കുന്നത് അസാധാരണമായ ഒരു നടപടിയാണ്. സാധാരണയായി താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ തമ്മിൽ കൃത്യമായി ധാരണയിലെത്തിയ ശേഷമാണ് ഉയർന്ന നേതാക്കൾ ഇത്തരം ചർച്ചകൾക്കായി യാത്ര തിരിക്കാറുള്ളത്. ഇവിടെ വാൻസ് യാത്ര തിരിക്കാൻ ഒരുങ്ങിയ ശേഷമാണ് ചർച്ചകൾക്ക് അന്തിമ രൂപമായില്ലെന്ന യാഥാർത്ഥ്യം പുറത്തു വരുന്നത്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ ചർച്ചകൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിലെ ഏറ്റവും ശക്തനായ നേതാവായ JD വാൻസിന്റെ ഓരോ നീക്കവും റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിലും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കിടയിലും സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇറാനുമായി യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത് എന്ന നിലപാടുള്ള വലിയൊരു വിഭാഗം അമേരിക്കൻ കോൺഗ്രസിലുണ്ട്. മാത്രമല്ല, ഈ നയതന്ത്ര ചർച്ചകളുടെ പരാജയം ട്രംപ് ഭരണകൂടത്തിന് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയാകും. വിദേശ നയങ്ങളിൽ തങ്ങൾ കൈവരിച്ച വലിയൊരു വിജയമായാണ് ഈ ധാരണാപത്രത്തെ അമേരിക്കൻ സർക്കാർ ഉയർത്തിക്കാട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ട ചർച്ചകളിൽ തന്നെ പരാജയമുണ്ടായാൽ അത് ഭരണകൂടത്തിന്റെ നയതന്ത്ര ശേഷിയെ ചോദ്യം ചെയ്യുന്നതിലേക്ക് നയിക്കും. ഈ സാഹചര്യത്തിലാണ് എല്ലാ വശങ്ങളും കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം ചർച്ചകൾ മതി എന്ന നിലപാടിലേക്ക് വാൻസ് എത്തിയതെന്നാണ് കരുതപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റിലെ മറ്റ് പ്രാദേശിക ശക്തികളും ഈ സംഭവ വികാസങ്ങളെ അതീവ ഉത്കണ്ഠയോടെയാണ് വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഇസ്രയേലും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഏത് തരത്തിലുള്ള അടുപ്പത്തെയും സംശയത്തോടെയാണ് കാണുന്നത്. ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികളും പ്രാദേശികമായ സായുധ ഇടപെടലുകളും അവസാനിപ്പിക്കാതെ അവരുമായി യാതൊരു കരാറിലും ഏർപ്പെടരുത് എന്നാണ് ഇസ്രയേലിന്റെ കർശനമായ നിലപാട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ കരാർ തങ്ങളുടെ മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യാനുള്ള ഒരു വലിയ അവസരമാണ്. വർഷങ്ങളായി തുടരുന്ന അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായി തകർത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായുള്ള ചർച്ചകൾ നീണ്ടുപോകുന്നത് ഇറാന്റെ ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കും. എന്നാൽ സ്വന്തം പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു കരാറിന് അവർ തയ്യാറാക്കുകയുമില്ല. ഈ രണ്ട് ചിന്താഗതികൾക്കിടയിലാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ ഉലയുന്നത്. സാങ്കേതിക ചർച്ചകൾ മാറ്റിവെച്ച ഈ സംഭവം യഥാർത്ഥത്തിൽ ഈ നയതന്ത്ര മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം തന്നെയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ദുർബലമാണെന്ന് ഇത് അടിവരയിട്ട് കാണിക്കുന്നു.
ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുക എന്നത് എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ അത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുക എന്നത് കഠിനമായ പ്രക്രിയയും. സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾക്കായി കാത്തിരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളും നയതന്ത്ര പ്രതിനിധികളും ഈ വാർത്തയെ വലിയ ആശ്ചര്യത്തോടെയാണ് സ്വീകരിച്ചത്. സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന സ്വിസ് സർക്കാരിനും ഇത് വലിയ കനത്ത തിരിച്ചടിയാണ്. ചർച്ചകൾക്കായി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ ശേഷമാണ് അമേരിക്കൻ പ്രതിനിധിയുടെ പിന്മാറ്റത്തെക്കുറിച്ചുള്ള വിവരം പുറത്തുവരുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ആശയവിനിമയ ചാനലുകൾ ഇപ്പോഴും തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് എന്നത് മാത്രമാണ് ഇതിലെ ഏക പോസിറ്റീവ് വശം. പൂർണ്ണമായ ഒരു പിന്മാറ്റം ഇരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നത് ചർച്ചകൾ ഭാവിയിൽ പുനരാരംഭിക്കാനുള്ള സാധ്യതയും നിലനിർത്തുന്നു. എന്നാൽ ആദ്യത്തെ ചർച്ചയ്ക്ക് തന്നെ ഇത്രയധികം പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്ന സ്ഥിതിക്ക് വരാനിരിക്കുന്ന ചർച്ചകൾ ഇതിലും സങ്കീർണമാകുമെന്ന് ഉറപ്പാണ്. ധാരണാപത്രം ഒപ്പുവെച്ചതിന് ശേഷവും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില സൈനിക നീക്കങ്ങളും അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ. തങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാകുമ്പോഴും പ്രാദേശികമായി തങ്ങളുടെ സ്വാധീനം കുറയ്ക്കാൻ ഇറാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് അവർ നൽകുന്നത്. ഇത് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയമായ പെന്റഗണിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ആശങ്കകളും വാൻസിന്റെ യാത്രാ റദ്ദാക്കലിന് പിന്നിലെ ഒരു പ്രധാന ഘടകമായി വർത്തിച്ചിട്ടുണ്ടാകാം. അതുപോലെ തന്നെ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും ഈ നയതന്ത്ര നീക്കങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. വോട്ടർമാർക്കിടയിൽ ജനപ്രീതി നിലനിർത്താൻ ഇറാന്റെ കാര്യത്തിൽ ഒരു കടുത്ത നിലപാട് സ്വീകരിക്കുന്നതാണ് നല്ലതെന്ന് ഇറാൻ ഭരണകൂടം കരുതുന്നുണ്ടാകും. ഭാവിയിൽ ഈ ചർച്ചകൾ എന്ന് പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ വൈറ്റ് ഹൌസ് കൃത്യമായി ഒരു തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും ഉയർന്ന ഉദ്യോഗസ്ഥർ തമ്മിൽ ഫോൺ മുഖേനയും മറ്റ് നയതന്ത്ര ചാനലുകൾ വഴി ആശയവിനിമയം നടത്തി ചർച്ചകളുടെ അജണ്ടയ്ക്ക് അന്തിമ രൂപം നൽകാനാണ് ശ്രമിക്കുന്നത്. ഈ താൽക്കാലിക പ്രതിസന്ധി വ്യക്തമാക്കുന്നത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒന്നിനും സ്ഥിരതയില്ല എന്ന കാര്യമാണ്. വലിയൊരു നയതന്ത്ര നേട്ടമായി ആഘോഷിക്കപ്പെട്ട ഒരു കരാർ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അനിശ്ചിതത്വത്തിൽ നിഴലായി മാറുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ശത്രുത അത്ര പെട്ടെന്നൊന്നും പരിഹരിക്കാൻ കഴിയില്ലെന്ന് വലിയൊരു യാഥാർത്ഥ്യബോധം കൂടി ഈ സംഭവം ലോകത്തിന് നൽകുന്നുണ്ട്. JD വാൻസിന്റെ സ്വിറ്റ്സർലൻഡ് യാത്ര റദ്ദാക്കൽ അമേരിക്ക ഇറാൻ നയതന്ത്ര ബന്ധത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. ഇത് കേവലം ഒരു യാത്രാ തടസ്സമല്ല, മറിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങളുടെയും അവിശ്വാസത്തിന്റെയും പ്രതിഫലനമാണ്. വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്നത് മിഡിൽ ഈസ്റ്റിന്റെ ഭാവി സുരക്ഷയിൽ നിർണായക പങ്ക് വഹിക്കും. ലോകം ഇപ്പോൾ അതീവ ജാഗ്രതയോടെയാണ് വാഷിംഗ്ടണിൽ നിന്നും ടെഹ്റാനിൽ നിന്നുമുള്ള അടുത്ത ചലനങ്ങൾക്കായി കാതോർക്കുന്നത്.